ജ്ഞാനം, അതായത് വിസ്ഡം, ഫ്രീഡം ആൻഡ് ലവ്, ഈ 3 കാര്യത്തെയും ക്രൂശുമായിട്ട് ചേർത്ത് ചിന്തിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഏറ്റവും കൂടുതൽ വെളിച്ചമുള്ള വസ്തു എന്താണെന്ന് എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ സൂര്യനും നക്ഷത്രങ്ങളൊന്നും അല്ല എനിക്ക് വെളിച്ചം. എൻ്റെ വെളിച്ചം ക്രൂശാണ്. ക്രൂശിന്റെ വെളിച്ചമാണ് ലോകത്തിന്റെ വെളിച്ചം. ക്രൂശിന്റെ വെളിച്ചമാണ് ക്രൈസ്തവന്റെ വെളിച്ചം. ക്രൂശിന്റെ വെളിച്ചമാണ് ജ്ഞാനത്തിന്റെ വെളിച്ചം. ക്രൂശിന്റെ വെളിച്ചമാണ് സ്വാതന്ത്ര്യത്തിന്റെ വെളിച്ചം. ക്രൂശിന്റെ വെളിച്ചമാണ് സ്നേഹത്തിന്റെ വെളിച്ചം. അതുകൊണ്ട് ജ്ഞാനം, ക്രൂശിന്റെ വചനം, അതാണ് ജ്ഞാനം, അല്ലേ? അത് നശിച്ചു പോർക്കുന്നവർക്ക് അർത്ഥമില്ലാത്തതാണ്, നമുക്കോ ജീവനും ശക്തിയുമാണ്. ആ ശക്തി എന്നുള്ളിടത്ത് ഗ്രീക്കില് ഡുനാമിസ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് വീഡിയോ ക്ലാസ്സിൽ പറഞ്ഞതിനെ ഓർത്തു പോവുകയാണ്. അതിൽ നിന്ന് ഡൈനാമിറ്റ് എന്ന വാക്കുണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ എന്താ ഡൈനാമിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അല്ലേ? വലിയ കോൺക്രീറ്റ് ബിൽഡിംഗ് ഇങ്ങനെയൊക്കെ പൊട്ടിച്ചെറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ ക്രൂശിന്റെ വചനത്തിന് ശക്തിയുണ്ട്. അതുകൊണ്ട് the word of God, the culmination or the absolute revelation of the word of God, that is through the cross of Christ, ക്രിസ്തുവിന്റെ കുരിശിലൂടെയാണ് ദൈവവചനത്തിന്റെ പൂർണ്ണതയെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്. ക്രൂശിന്റെ പ്രത്യേകത അതുകൊണ്ടാണ് ക്രൂശാണ് വെളിച്ചം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിച്ചത്. സ്വാതന്ത്ര്യം, അതാണല്ലോ രണ്ടാമത്തേത്. ഈ ഇമേജ് ആൻഡ് ലൈക്ക്നെസ്സിലെ രണ്ടാമത്തെ കമ്പോണന്റ് ഫ്രീഡം ഓഫ് ഗോഡ് അല്ലേ? ഫ്രീഡം. എന്താ സ്വാതന്ത്ര്യം? ക്രൂശ് നൽകിയതാ സ്വാതന്ത്ര്യം. എന്നെ ആരാധിക്കുവാനായിട്ട് എൻ്റെ ജനത്തെ വിട്ടയക്കുക, അവിടെയും ആരാധനയ്ക്കാണ് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നത്. അല്ലെങ്കിൽ സ്വാതന്ത്ര്യം എന്തിനാണ്? ഫ്രീഡം ഈസ് റിലേറ്റഡ് ടു വർഷിപ്പ് ഓർ ലിറ്റർജി. അത് ക്രൂശിലാണ്. ക്രൂശിലെ ആഘോഷമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. ക്രൂശിൽ എന്തോ ഒരു വലിയ സ്വാതന്ത്ര്യമാണ് നടന്നത്. എന്തിന്? അവന്റെ നഗ്നത മറയ്ക്കാൻ പോലും ഒരു കീറ്റുശീല പോലും ഇല്ലായിരുന്നല്ലോ. അവൻ ജനിച്ചു വീണപ്പോൾ മറിയ തന്റെ വസ്ത്രത്തിൽ നിന്ന് ചില കീറ്റുശീല തന്റെ സ്വന്തം വസ്ത്രത്തിൽ നിന്ന് കീറിക്കൊടുത്തു. പക്ഷെ കാൽവറിയിൽ ചിത്രകാരൻ വരച്ചു വെച്ചിട്ടുണ്ട് അവന്റെ നഗ്നത കാണാതിരിക്കാനായിട്ട് ഒരു തുണ്ട് തുണി. പക്ഷെ യഥാർത്ഥത്തിൽ അവൻ നഗ്നനായിരുന്നു. പക്ഷെ ആ നഗ്നതയെ ലോകം കണ്ടില്ല. കാരണം എന്താണ്? ലോകത്തിന് വെളിച്ചം നൽകുന്ന സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെ അന്ന് അന്ധതയിലായി പോയി. നമ്മുടെ ആരാധനക്രമത്തിലൊക്കെ സൂര്യൻ തന്റെ കിരണങ്ങളെ പിൻവലിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. ഞാൻ അതിനെതിരായിട്ടുള്ള ആളാണ്. ഒരു സൂര്യനും ചന്ദ്രനും ഒന്നും ഒരു കിരണവും പിൻവലിച്ചില്ല. പിന്നെ എന്താണ്? ഈ കാൽവറി ക്രൂശിലെ വെളിച്ചത്തിന്റെ മഹോത്സവം. കാൽവറി ക്രൂശിൽ നടന്നത് വെളിച്ചത്തിന്റെ മഹോത്സവമാണ്. 1000 സൂര്യഗോളങ്ങൾ ഒന്നിച്ച് ജ്വലിച്ച് പ്രകാശിക്കുമ്പോൾ ഒരു ചെറിയ മിന്നാമിനിങ്ങിന്റെ ഘട്ടം ആരാണ് കാണുന്നത്? ആർക്കും തിരിച്ചറിയാൻ ഒക്കെയില്ല. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഹാപ്പൻഡ് ഓൺ ദ ക്രോസ്. ക്രിസ്തുവിന്റെ മഹാ വെളിച്ചത്തിന്റെ ആഘോഷം നടക്കുമ്പോൾ അവൻ നഗ്നനായിരുന്നു, അവൻ വസ്ത്രം ധരിച്ചിരുന്നു ഒന്നും കാണാനും നോക്കാനൊന്നും മനുഷ്യന് സാധിച്ചില്ല. കാരണം തീവ്രമായ വെളിച്ചത്തിൽ നട്ടുച്ചയ്ക്ക് നേരെ സൂര്യനെ നോക്കിക്കേ, അതിൽ നോക്കുവോ? ഒന്ന് നോക്കും പിന്നെ കണ്ണടയ്ക്കും. ഇരുട്ട് വന്നതൊന്നുമല്ല, നമ്മൾ കണ്ടത് വെളിച്ചത്തെയാണ്, പക്ഷെ കണ്ണടച്ചു. ഇത് തന്നെയാണ് കാൽവറിയിൽ നടന്നത്. ഇത് തന്നെയാണ്. അതുകൊണ്ടാണ് അവിടെ സെലിബ്രേഷൻ ഓഫ് ലൈറ്റ്. കാൽവറിയിലേതൊരു മഹോത്സവമാണ്. നമ്മുടെ സുറിയാനി ആരാധനകളിലൊക്കെ തന്നെ എല്ലാ മാറാനായ ശുശ്രൂഷകൾക്കൊടുവിൽ സ്ലീബ ആഘോഷം എന്നൊരു ഭാഗമുണ്ട്. മാലാഖമാർ സ്തുതിക്കുന്നവനെ ഞങ്ങളും സ്തുതിക്കുന്നു പറഞ്ഞ കുരിശെടുത്ത് ഞാൻ ആഘോഷിക്കുന്നത്. ക്രൂശിന്റെ ആഘോഷത്തെ കാണിക്കുക. എല്ലാം മാറാനായ കർത്താവിന്റെ പെരുന്നാളുകൾക്കെല്ലാം അത് തീരുമ്പോൾ ഈ ക്രൂശ് ആഘോഷിച്ചുകൊണ്ടാണ്. എന്താണെന്ന് ചോദിച്ചാൽ കാൽവറിയിലെ ജനനത്തിന്റെ കൾമിനേഷൻ, ദാറ്റ് വാസ് ഓൺ ദ ക്രോസ്, സെലിബ്രേഷൻ ഓൺ ദ ക്രോസ്. അതാണ് വെളിച്ചത്തിന്റെ മഹോത്സവം. അവിടെയാണ് ആരാധന. അതുകൊണ്ട് നമുക്ക് നൽകിയിരിക്കുന്ന ദൈവത്തിന്റെ ഇമേജ് നമുക്ക് യാഥാർത്ഥ്യമാക്കുവാനായിട്ട് ക്രൂശിന്റെ വചനവും ക്രൂശിലെ ആഘോഷവും, അടുത്തത് ലവ് ഓഫ് ഗോഡ്, സ്നേഹം. കാൽവറിയിൽ കാണുന്ന സ്നേഹം മറ്റെങ്ങും കാണാൻ സാധിക്കുമോ? നമ്മുടെ പാട്ടുകളൊക്കെ ധാരാളം പാടുന്നവരാണ്. 2 കാര്യങ്ങൾ കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കാൽവറിയിലെ സ്നേഹത്തെ. കാൽവറിയിൽ കിടന്നുകൊണ്ട് അവൻ പറഞ്ഞു, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായകയാൽ ഇവരോട് ക്ഷമിക്കണം. നമ്മളൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത് എന്താ? അവനെ പിടിച്ചുകൊണ്ടുവന്ന പടയാളികളും കൊല്ലുവാൻ അല്ലെങ്കിൽ കുന്തം കൊണ്ട് കുത്തിയ പടയാളികളും ആ കാൽവറിയുടെ ആ താഴ്വരയിൽ കാണുന്ന 10 or 100 പടയാളികളോട് ക്ഷമിക്കണമേ എന്നുള്ള ഒരു ധാരണയില്ല. നോ, ദാറ്റ് വാസ് എ ഗ്രേറ്റ് ഇന്റർസെഷൻ. ലോകം കേട്ടതിലേക്കും വലിയ മധ്യസ്ഥത അണച്ചത് അവിടെയാണ്. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാൽ ഇവരോട് ക്ഷമിക്കണം. That was for the whole creation, for the entire world, for the entire humanity. സകല മനുഷ്യനോട് ക്ഷമിക്കാനാണ് അവൻ പറഞ്ഞത്. അതിന്റെ അർത്ഥം എന്താണ്? അതിരുകളില്ലാത്ത സ്നേഹത്തിന്റെ പ്രകടനം അത് കാൽവറിയിലേ ഉള്ളൂ, കുരിശിലേ ഉള്ളൂ. അതുകൊണ്ട് ആ മധ്യസ്ഥത, ആ ക്ഷമായാചന താഴെ നിൽക്കുന്ന പടയാളികൾക്ക് വേണ്ടി തന്നെയല്ല, for the entire creation. ആദം മുതൽ ഇങ്ങോട്ടുള്ള ഇനി ഉണ്ടാകാൻ പോകുന്ന സകല മനുഷ്യർക്കും വേണ്ടി, സകല സൃഷ്ടിക്കും വേണ്ടിയുള്ള മധ്യസ്ഥതയാണ്.
വീണ്ടും ക്രൂശിൻ ചുവട്ടിലെ കരുതൽ എത്ര വലുതാ. നിങ്ങളൊന്ന് ചിന്തിച്ചേ, അവൻ കിടന്നത് എങ്ങനെയാ ക്രൂശിൽ? ഇങ്ങനെ സ്റ്റഡി ആയിട്ടാണോ? അല്ല, അവന്റെ തല കുനിഞ്ഞ് താഴോട്ട് നിൽക്കുകയാണ്. താഴോട്ട് തല കുനിച്ച് കിടക്കുന്ന അവന്റെ കണ്ണിൽ പെടുന്നതുണ്ടല്ലോ മണ്ണല്ല, മറിച്ച് വിലപിക്കുന്ന ഒരു സ്ത്രീയെയും വേദനിക്കുന്ന ഒരു ചെറുപ്പക്കാരനെയുമാണ്. പറഞ്ഞു, സ്ത്രീയെ നിന്റെ മകനിതാ. അവനോട് പറഞ്ഞു, യോഹന്നാനെ നിന്റെ അമ്മ ഇതാ. സുവിശേഷൻ എഴുതിയിരിക്കുന്നു, അന്ന് മുതൽ അവൻ അവളെ സ്വന്തം ഭവനത്തിൽ ചേർത്തു. അസാധാരണമായ ഒരു ബന്ധം ഉടലെടുത്തു കുരിശിന്റെ ചുവട്ടിൽ. സന്ദർഭവശാൽ പറയുന്നു എന്നേ ഉള്ളേ, ഇതിന്റെ ഭാഗമല്ലെങ്കിലും നമ്മൾ വിവാഹ കുദാശയിലെ കിരീടം വാഴ്ത്തുമല്ലോ, കുരിശാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താ? ഈ മണവാളന്റെയും മണവാട്ടിയുടെയും ബന്ധത്തിന്റെ ഉറപ്പ് കുരിശിന്റെ ചുവട്ടിലേ ഉള്ളൂ എന്നതുകൊണ്ടാണ്. ഏതായാലും